പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ഷാവുത്തക്കൻ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. അതിന്മേലുള്ള വിജയപരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. ആഹ്ലാദ പ്രകടനങ്ങൾ ചില ഭാഗങ്ങളിൽ അതിരുകടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് ചില വഹാബി മൗദൂദി ആശയക്കാരുടെ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസിൽ വന്നതുകൊണ്ടാണ്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് AP വിഭാഗം എന്ന പ്രസ്ഥാനം ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിതിൽ ഒന്നും പറയേണ്ടതായിട്ട് അർഹതയില്ല, ഞങ്ങളാണ് UDFനെ വിജയിപ്പിച്ചത് എന്ന് സ്വയം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പം എനിക്ക് ആ കമൻസുകളൊക്കെ കണ്ടപ്പോൾ കൗതുകം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത്. ഇവരാണ് UDFനെ വിജയിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, അതിദയനീയമായിട്ട് ഇടതുപക്ഷം തോൽക്കുന്നതിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും പ്രവർത്തകരുമായ ആളുകൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ ചില നയങ്ങളെ തിരുത്തുവാൻ വേണ്ടി സ്വമേധയാൽ പുറപ്പെടുകയും അതിനു വേണ്ടിയിട്ട് ഈ പ്രാവശ്യം അവരെ പരാജയപ്പെടുത്തുന്നതിലേക്കും ഉണ്ടായി എന്നുള്ള വസ്തുത പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഇവരുടെ ഈ വാദം AP വിഭാഗത്തിൽപ്പെട്ടവരൊന്നും ആരെയും സഹായിച്ചിട്ടില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും മർക്കസ് സഖാഫത്ത് സുന്നിയ അതിന്റെ ഓഫീസ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്ന ഓഫീസിലേക്ക് നമ്മൾ കണ്ടതാണ് ദൈനംദിനം എന്ന പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആശീർവാദം മേടിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ പറയുവാനും വോട്ട് അഭ്യർത്ഥിക്കാനുമായിട്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ AP വിഭാഗം കേരള മുസ്ലിം ജമാഅത്തിന്റെ സഹായം വോട്ടും മറ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജബ്ബാർ ഹാജി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട AC മൻസൂർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ കേട്ടല്ലോ. ഇനി അതിനുശേഷം ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച കൊടുവള്ളിയിലെ നിയുക്ത MLA ആയിട്ടുള്ള PK ഫിറോസ് ഇപ്പൊ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടി വരുന്നു. ഞാൻ പറയുന്നത് AP ഉസ്താദും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സുലൈമാൻ മുസ്ലിയാനും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളും ഇവരൊക്കെ ഈ വലിയൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ഈ വഹാബി മൗദൂദികൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് അവരുടേതായ ചിന്തയും കാഴ്ചപ്പാടുമുണ്ട്. അവർക്കും അറിയാം ഭരണം മാറും, അതുപോലെയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ കേരളം സഞ്ചരിക്കും എന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ വരുന്ന സ്ഥാനാർത്ഥികളോടും അതിന്റെ രാഷ്ട്രീയ നേതാക്കളോടും എന്ത് ചർച്ച ചെയ്തു എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവരും കേട്ടവർക്കുമായിട്ടുള്ളവർക്ക് അവർക്കറിയാം. അതിലപ്പുറമുള്ള ഒരു നിർവചനം അതിന് വഹാബികളെ മൗദൂദികളെ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അപ്പോൾ ജബ്ബാർ ഹാജിയുടേത് നിങ്ങൾ കേട്ടു. അപ്പോൾ കേരളം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല കൂട്ടരെ. ഇടതുപക്ഷം ദയനീയമായിട്ട് തോൽക്കുന്നതിന്റെ കാര്യകാരണങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ എന്തെല്ലോ 4-3-7 ആള് പോയിട്ട് വോട്ട് ചെയ്തത് കൊണ്ട് അപ്പാടെ UDF വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു എന്ന വാദമല്ല വേണ്ടത്. ഇതേപോലെ തന്നെയാണ് ഇതിനു മുമ്പും അതേപോലെ പവറിൽ തിരിച്ചു വന്നത് ഇടതുപക്ഷം. അപ്പൊ ജനങ്ങളാണ് അത്. നിങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. അവരാണ് അത് തീരുമാനം എടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് കുത്തക പറയാനായിട്ട് ഒന്നുമില്ല. അപ്പം ആരൊക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്ഥാനം കേരള മുസ്ലിം ജമാഅത്ത് സഹായിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യവും വ്യക്തവുമാണ്. അതിലപ്പുറമുള്ള ഒരു വിവർത്തനം, മോശം കമന്റുകളും നിങ്ങളുടെ പരിഹാസ്യ വാക്കുകളും ഒന്നും നാം ഇങ്ങോട്ട് എടുക്കണ്ട. മറ്റൊരു കാര്യം ചേർത്ത് പറയാട്ടോ,
ആഹ്ലാദ പ്രകടനം, എതിർചേരിയിലുള്ള സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ പേരിൽ എന്തും എങ്ങനെയും ആഭാസകരമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ നടത്താമെന്ന് ഏത് പാർട്ടിക്കാരനാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മൾ ഇന്നിന്റെ വർത്തമാന സമയത്ത് കാണപ്പെടുന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. അത് 5 വർഷം മുമ്പും 10 വർഷം മുമ്പുള്ളത് എടുത്ത് പറയുന്നതിലപ്പുറം ഇന്ന് ഒരു പക്ഷെ മനുഷ്യർ കുറച്ചും കൂടി ബോധം ഉള്ളവരായി മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടാവണം. എന്നിട്ടും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് നമ്മൾ പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പാർട്ടി എന്നല്ല, ഏത് പാർട്ടി പ്രവർത്തകരാണെങ്കിലും ഇങ്ങനെ ഇത്രയും നീചവും മോശവും സ്ഥാനാർത്ഥിയുടെ ഡമ്മി ബോഡിയായിട്ടും അതുപോലെ തന്നെ മൃഗങ്ങളെ അറുത്തും കെട്ടിത്തൂക്കിയും റോട്ടിലൂടെ തൂക്കി നടന്നും അതാര് ചെയ്താലും, പെയിന്റ് അടിച്ചാലും അല്ലെങ്കിലും വളരെ മോശം നീചമായ പ്രവർത്തനം എന്നേ അതിന് പറയാനുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്താലും കോൺഗ്രസ്സുകാരന് ചെയ്താലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാർ ചെയ്താലും. അവിടെ ഈ മറ്റു പാർട്ടിയെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാട്ടാ. MSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ.